നമസ്കാരം. മലേഷ്യയുടെ കിഴക്ക് ഭാഗത്തെ അവസാന റെയിൽവേ സ്റ്റേഷനായ തുമ്പാറ്റ് എന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇതൊരു മലേഷ്യ തായ്ലൻഡ് ബോർഡർ കൂടിയാണ്. ഇവിടുന്ന് തായ്ലൻഡ് ബോർഡറിലേക്ക് 10 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. ഞങ്ങളിപ്പോൾ അവിടെയൊക്കെ പോയി തിരിച്ചെത്തിയതേ ഉള്ളൂ. ഞങ്ങൾ ഇന്ന് ഗമാസ് എന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ തുമ്പാറ്റ് റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും രാത്രി 7:20 JB സെന്ററിലേക്ക് പോകുന്ന KTM ഇന്റർസിറ്റിക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ഇതാണ് തുമ്പാറ്റ് റെയിൽവേ സ്റ്റേഷൻ. ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് നേരെ പോയി റൈറ്റിലേക്കാണ് തായ്ലൻഡ് ബോർഡർ വരുന്നത്. ഞങ്ങൾ ഇവിടുന്ന് തന്നെയാണ് ബസ് കയറി പോയത്. പിന്നെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വരുന്നത് കെലാന്തൻ സ്റ്റേറ്റിലാണ്. കെലാന്തൻ സ്റ്റേറ്റിന്റെ ആസ്ഥാനം കൊട്ടാബാറു ആണ്. കൊട്ടാബാറുവിലേക്ക് പോകാനുള്ള വഴി നേരെ അതിലൂടെയാണ്. സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് പാർക്കിംഗ് ഒക്കെ വരുന്നത്. സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറി പോകുമ്പം തന്നെ ഇവിടെ പ്രയർ റൂമൊക്കെ ഉണ്ട്. അതായത് ഈ ഒരു ഭാഗമൊക്കെ മുസ്ലിം മതവിശ്വാസികൾ കൂടുതലുള്ള ഒരു ഏരിയ ആണ്. പിന്നെ ടോയ്ലറ്റിന് തന്താസ് എന്നാണ് ഇവിടെ പറയുക. അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ഏരിയ തന്നെയാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഇവിടെ അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു സ്റ്റേഷൻ കൂടിയാണ്. ഇത് കുറച്ച് ട്രെയിനുകൾ മാത്രമേ ഇവിടുന്ന് പുറപ്പെടുന്നുള്ളൂ. പിന്നെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് വാഷ് ഏരിയ ഒക്കെ വരുന്നത്. ഇവിടെ നിന്ന് വളരെ കുറച്ച് ട്രെയിനുകൾ മാത്രമാണ് പുറപ്പെടുന്നതെന്ന് പറഞ്ഞില്ലേ. തുമ്പാറ്റുനിന്ന് നമ്മുടെ ട്രെയിൻ ഇതാ ERT 27 രാത്രി 7:20 പുറപ്പെടും. അങ്ങനെ ഗമാസിലെത്തുന്നത് പിറ്റേ ദിവസം രാവിലെ 8:21. അതുപോലെ തന്നെ ഈ വണ്ടി JB സെന്ററിൽ എത്തുന്നത് രാവിലെ 11:35. എക്സ്പ്രസ് റക്യാട്ട് തിമ്രാൻ, അങ്ങനെയാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ട്രെയിനിന്റെ പേര് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓരോ ക്ലാസ്സുകളുടെയും ടിക്കറ്റ് ചാർജ് ആണ്. ഈ ട്രെയിനിൽ തന്നെ സ്ലീപ്പർ കോച്ച് ഉണ്ട്. അപ്പർ ബർത്തും ഉണ്ട്, ലോവർ ബർത്തും ഉണ്ട്. അപ്പർ ബർത്തിനും ലോവർ ബർത്തിനും വേറെ വേറെ ചാർജാണ് വരുന്നത്. തുമ്പാറ്റ് മുതൽ ഗമാസ് വരെ അപ്പർ ബർത്തിന് 40 റിങ്കറ്റും ലോവർ ബർത്തിന് 46 റിങ്കറ്റുമാണ്. പിന്നെ ഇത് ഫസ്റ്റ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ്സിനാണ് ഏറ്റവും കൂടുതൽ പൈസ വരുന്നത്. 88 റിങ്കറ്റ് ഒരാൾക്ക് വരുന്നുണ്ട്. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന കോച്ച് ഇതാണ്. അതായത് സെക്കൻഡ് ക്ലാസ് സീറ്റ്, അതിനൊരാൾക്ക് 34 റിങ്കറ്റേ വരുന്നുള്ളൂ. ഞങ്ങളങ്ങനെ പ്ലാറ്റ്ഫോമിന്റെ അകത്തേക്ക് കയറിയേ. ഇതേ അവിടെ കാണുന്ന ആ ഒരു ട്രെയിനില്ലേ, അതിൽ തന്നെയാണ് ഇന്ന് പോകാനുള്ളത്. കുറച്ച് സമയം കഴിഞ്ഞ ഉടനെ തന്നെ അത് ഷണ്ടിങ് ചെയ്ത് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തേക്ക് വരും. സ്റ്റേഷന്റെ ഈ ഒരു ഭാഗത്തെ വൃത്തിയും പിന്നെ ഇരിക്കാനുള്ളൊരു ബെഞ്ചൊക്കെ കാണാം. പിന്നെ ട്രാക്കിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നല്ല വൃത്തിയാണ്. ഒരു വേസ്റ്റും തന്നെ എവിടെയും കാണാനായി സാധിക്കില്ല. ഇതൊരു മീറ്റർ ഗേജ് പാതയാണ്. പിന്നെ ഈ ഒരു സ്റ്റേഷൻ അങ്ങ് അവിടെയാണ് അവസാനിക്കുന്നത്. ഇതൊരു എൻഡ് സ്റ്റേഷനാണ്. ആ ഒരു പോയിന്റൊക്കെ അങ്ങ് അവിടെ കാണാം. ഇനിയിപ്പോൾ ഇത് ഷണ്ടിങ് ചെയ്ത് പ്ലാറ്റ്ഫോമിലേക്ക് വരട്ടെ. വെയിറ്റിംഗ് ആണ്. ഗേജിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ ഇതിന്റെ സ്ലീപ്പറുകളില്ലേ, അത് മരപ്പലകയാണ്. അത്യാവശ്യം സ്പീഡിലൊക്കെ പോകുമ്പോൾ ചെറിയൊരു ഇളക്കമൊക്കെ ഉണ്ട് ട്രെയിന്. ഇവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു ഷട്ടിൽ സർവീസ് വന്നിട്ടുണ്ടായിരുന്നു. ദാബോഗിൽ നിന്നും തുമ്പാറ്റിലേക്ക് ആൾക്കാരെ ഇറക്കി അത് തിരിച്ചു പോവുകയാണ്. അതായത് ഇനിയിപ്പോൾ നാളെ മാത്രമേ സർവീസ് ഉള്ളൂ. ഫുൾ AC ആണിത്. ശരിക്കും ഇതുപോലെയുള്ള വണ്ടികളാണ് നമ്മുടെ നാട്ടിലും വേണ്ടത്. തുമ്പാറ്റ് എന്നുള്ള ഒരു ബോർഡൊക്കെ അവിടെ കാണാം. അറബിയിലും അവിടെ എഴുതിയിരിക്കുന്നത് കാണാം. ഈ ഒരു ലോക്കോമോട്ടീവ് ഇല്ലേ, ഇത് ഡീസലാണ്. ഇതൊരു ഇറക്കുമതി ചെയ്ത ലോക്കോമോട്ടീവ് ആണ്. 2002 ഈ ഒരു ലോക്കോമോട്ടീവ് ഈ ഒരു മലേഷ്യയിലേക്ക് എത്തിയത്. അതിനിപ്പം അവിടുന്ന് വരട്ടെ. 7 മണിക്കാണ് ട്രെയിൻ അങ്ങനെ മൂവ് ആയത്. ഈ ഒരു ലോക്കോമോട്ടീവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നിർമ്മിച്ചത് കാനഡയിലെ ജനറൽ മോട്ടോഴ്സ് ഡീസലാണ്. ലോക്കോമോട്ടീവിന്റെ പേര് ഡെലിമ 25202 എന്നാണ്. അതിനിപ്പോൾ അങ്ങ് അവിടെ പോയിട്ട് റിവേഴ്സ് ചെയ്തിട്ടാണ് വരിക. പിന്നെ ക്ലാസ് പറയുകയാണെങ്കിൽ KTM ക്ലാസ് 25 ആണ്. ഇതിൻ്റെ ഏറ്റവും മുന്നിലാണ് ഫസ്റ്റ് ക്ലാസ് ഉള്ളത്. ട്രെയിൻ ഇതാ റിവേഴ്സ് ചെയ്ത് വരികയാണ്. ഈ ട്രെയിനിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. മലേഷ്യയിലെ ഒരേ ഒരു AC സ്ലീപ്പർ കോച്ചുള്ള ട്രെയിൻ ഇതാണ്. ഇതാണ് സ്ലീപ്പർ കോച്ചുകൾ. ഇതിലേക്ക് നമുക്ക് എന്തായാലും കയറാം.
പിന്നെ ഇത് ഒരു കഫേയാണ്, ഒരു റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാം. JB സെൻട്രലിൽ നിന്ന് ഇങ്ങോട്ട് വന്ന കോച്ച് ഇതായിരുന്നു ഞങ്ങൾ, T5Z. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നത്, അതായത് ഗമാസിലേക്ക് പോകുന്ന കോച്ച് ഇതാണ്, T5X. ഇത് ഈ കോച്ച് ഒരു വെറൈറ്റി കോച്ച്. T5X ഇതാണ് നമ്മൾക്കിന്ന് യാത്ര ചെയ്യാനുള്ള കോച്ച്. ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇങ്ങനെ വലിച്ചാൽ മാത്രം മതി. ഇവിടെ ഇത് തന്നെയാണല്ലോ നമ്മുടെ സീറ്റുകൾ, 1Aയും 1Bയും. അതായത് ഈ 2 സീറ്റുകളാണ് ഞങ്ങൾ എടുത്തത്. നേരെ പുറകോട്ടാണ് ഇതിൻ്റെ ആ ഒരു ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുവാണെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ ടേബിളൊക്കെ ഉള്ളത്. ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുക്കാം. അത്യാവശ്യത്തിന് നല്ലൊരു സീറ്റിംഗ് തന്നെയാണ്. ഫുഡ് റെസ്റ്റിനായിട്ട് ഇതാണുള്ളത്. പിന്നെ ഇത് പുഷ് പാക്കിംഗ് സീറ്റൊക്കെ തന്നെയാണ് കേട്ടോ. ഇനി സ്ലീപ്പർ കോച്ചിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറാം. ഇതാണ് മലേഷ്യൻ റെയിൽവേയുടെ സ്ലീപ്പർ ക്ലാസ്. സിംഗിൾ ബെർത്തുകളാണ്. ഇവിടെ പില്ലോ ഉണ്ട്. നല്ല അടിപൊളി കംഫർട്ടബിളായിട്ട് തന്നെ ഉള്ള ബെഡ് തന്നെയാണ്. പിന്നെ കർട്ടനൊക്കെ ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്തിടാം. ഒരുപാട് ബെർത്തുകളുണ്ട് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട് നടക്കാൻ. അതാണ് ഞങ്ങളിത് എടുക്കാൻ നിന്നതാണ്, പക്ഷേ അവൈലബിൾ ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാം ഓൾറെഡി ബുക്കായി പോയി. നേരത്തെ തന്നെ ഇതൊക്കെ ബുക്ക് ചെയ്യണം. പിന്നെ ബെർത്ത് നമ്പറുകളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. എന്തായാലും ഈ ഒരു സ്ലീപ്പർ കോച്ച് ഇഷ്ടപ്പെട്ട്. ശരിക്കും ഇതായിരുന്നു കിട്ടേണ്ടത്. ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ഇതൊരു കിട്ടാത്തത് കൊണ്ട്. എന്തായാലും കൊള്ളാം. ഇപ്പോൾ ട്രെയിൻ പുറപ്പെടാൻ ഒരു 5 മിനിറ്റും കൂടെ ഉള്ളൂ. കോച്ചിൻ്റെ അകത്ത് തന്നെ CCTV ക്യാമറകളൊക്കെ ഉണ്ട്. ബാഗ് വെക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഞങ്ങൾ JB സെൻട്രലിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വണ്ടിയുടെ ഈ ഭാഗത്തായിരുന്നു ചാർജിങ് പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നത്. ഈ ഒരു കോച്ചിൽ എവിടെയും ചാർജിങ് പോയിന്റ് ഒന്നുമില്ല. പിന്നെ കർട്ടനൊക്കെ ഇങ്ങനെ താഴോട്ട് വലിച്ചാൽ മാത്രം മതി. ഇനിയിപ്പോൾ ചാർജ് ചെയ്യണമെങ്കിൽ അടുത്ത കോച്ചിലേക്ക് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഉള്ളത്. തുമ്പാറ്റുന്ന കറക്റ്റ് 7:20 തന്നെ നമ്മുടെ ട്രെയിൻ എടുത്തു. നമ്മൾ നടന്നു പോയ വഴിയൊക്കെയാണ് ഇതൊക്കെ. തുമ്പാറ്റ് വക്കഫ് ബാറു റെയിൽവേ സ്റ്റേഷനിലേക്ക് 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ. പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് കുതിരകളെ ഇവിടെ കാണാനായി സാധിക്കും. ഇവിടെ പുറകിലായിട്ടും ഒരുപാട് കുതിരകളുണ്ട്. ഇവിടെയും ഉണ്ട്. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ട്രെയിൻ എത്തുകയാണ്. വക്കഫ് ബാറു. വക്കഫ് ബാറു തന്നെയാണ് പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ. 7:45 ഇപ്പോഴാണ് സൂര്യൻ അസ്തമിച്ചത്. കേലാന്തൻ സ്റ്റേറ്റിൻ്റെ തലസ്ഥാനമായ കോട്ട ബാറുവിലേക്ക് പോകണമെങ്കിൽ ഇവിടെയാണ് ഇറങ്ങേണ്ടത്. ഇവിടെ നിന്ന് 7 കിലോമീറ്ററാണ് ദൂരം. കോട്ട ബാറിൽ നിന്ന് ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് KL സെൻട്രലിലേക്ക്, അതായത് കോലാലംപൂരിലേക്ക്. ഇപ്പം ഇവിടെ നിന്ന് തന്നെയാണ് ഈ വണ്ടി ഫുള്ളാവുന്നത്. അങ്ങനെ വക്കഫ് ബാറുന്ന് ട്രെയിൻ എടുത്തു. ഞങ്ങൾ ആദ്യം ഇവിടെ വരാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് JBന്ന് നേരെ ട്രെയിൻ ഇവിടെ വന്നിറങ്ങി കോട്ടാബാറുവിലേക്കൊക്കെ പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നീടാണ് അത് മാറ്റി നേരെ തായ്ലൻഡ് ബോർഡറിൻ്റെ ഭാഗത്തേക്ക് ആക്കിയത്. അത്യാവശ്യം ഒരു തിരക്കേറിയ സ്റ്റേഷൻ തന്നെയാണിത്. നമ്മൾ JBന്ന് ഇങ്ങോട്ട് വന്ന ആ ഒരു കോച്ചിനെക്കാട്ടി എത്രയോ അടിപൊളി കോച്ച് തന്നെയാണിത്. നമ്മുടെ സീറ്റ് എത്രത്തോളമാണ് പുഷ് ബാക്കിംഗ് ആവുക?
ഇത്ര വരെ ആവുള്ളൂ അല്ലേ? പക്ഷെ കുറച്ചും കൂടെ വേണമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും, എന്നാലേ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഗമാസിലേക്ക് 528 കിലോമീറ്റർ ആണ് പോകാനുള്ളത്. അതുപോലെ തന്നെ 34 റിക്കറ്റ് ആണ് ടിക്കറ്റ് ചാർജ്. ഒരാളത് പറഞ്ഞില്ലേ, നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 804 രൂപേന്റെ അടുത്ത് വരും. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഗ് ഇവിടെ തന്നെ വെക്കാം. കുറച്ചും കൂടെ കാലുണ്ടല്ലോ, അതെ, നീട്ടിക്കിടക്കാം. അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. അത്രേ പറയാൻ പറ്റുള്ളൂ. വീണ്ടും റിപ്പീറ്റ് പറയുന്നല്ല, സ്ലീപ്പർ ക്ലാസ്സിൽ ടിക്കറ്റ് കിട്ടാത്തതിന്റെ വിഷമം നല്ല രീതിയിലുണ്ട്. കുഴപ്പമില്ല, അതിന് പിന്നീട് എപ്പെങ്കിലും നികത്താം അല്ലേ? ഈ ഒരു ടിക്കറ്റ് ഒക്കെ ഞങ്ങൾ ബുക്ക് ചെയ്ത് 2 ആഴ്ച മുന്നെയാണ്. സ്ലീപ്പർ ക്ലാസ്സിൽ മാക്സിമം 2 മാസം മുന്നേ ബുക്ക് ചെയ്യേണ്ടി വരും. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഇത് കിട്ടാത്ത സമയത്ത് ഞങ്ങൾ അപ്കമിങ് നോക്കിയിട്ടുണ്ടായിരുന്നു. 2 മാസം വരെ ഫുള്ളാണ്. ഇനിയിപ്പോ സമയമായല്ലോ, നമുക്ക് എന്തെങ്കിലും കഴിക്കണം. ഇനി അടുത്ത് ക്യാൻറ്റീനിൽ പോയിട്ട് എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന ഫുഡ് നോക്കാം. ഞങ്ങളിവിടെ കഫേയിലേക്ക് വന്ന് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഓർഡർ എടുക്കുകയാണ്. ഞങ്ങൾ 2 ഒരു സാൻഡ്വിച്ചിന്റെ ഒരു മോഡൽ എടുത്ത് ഇനിയിപ്പോൾ അടുത്തത് എന്താ വാങ്ങിക്കുന്നത്? റൊട്ടി ബണ്ണുമായിട്ട് വാങ്ങിക്കണം. ഇവിടെ ഒരു ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ അതെങ്ങനെയൊന്ന് ട്രൈ ചെയ്താലോ? ഞാനിവിടെ നാസി ലമക്ക്, അതായത് മലേഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ്, അത് കിട്ടുമെന്ന് ചോദിച്ചിട്ട് വന്നത്. പക്ഷെ അത് ഇല്ലാതാ പറഞ്ഞത്. വേറെ എന്തെങ്കിലും നോക്കാം. നിലവിലിപ്പോ ഇവിടെ ഇത് മാത്രമാണ് ഉള്ളത്. പിന്നെ ഇത് വാങ്ങിക്കാന്ന് കരുതി. ബാക്കി ഫുഡൊക്കെ ആവുകയാണെങ്കിൽ എത്ര 9 മണി കഴിയുന്ന പറഞ്ഞേ? എന്തോ ഒരു ഐറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പേരൊന്നും മനസ്സിലാവുന്നില്ല. ഇവര് പ്രൊണൗൺസ് ചെയ്യുന്നതിന്റെ വേറെന്തോആണ്. 9 മണിക്കൊക്കെ ആവുന്ന പറഞ്ഞത്. ഞാൻ ആ സമയത്ത് വന്നിട്ട് എന്തായാലും നോക്കും, കാരണം നല്ല വിശപ്പുണ്ട്. തീർച്ചയായും അത് കഴിച്ചു നോക്കി ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറ. ഇത് ചിക്കൻ അല്ലേ? ചിക്കനും ഉണ്ട്, ബീഫും ഉണ്ട്. ഞങ്ങൾ ചിക്കനാണ് എടുത്തത്. ട്രെയിൻ ഇപ്പോൾ ബസീർ മാസ് എന്നൊരു സ്റ്റേഷനിലെത്തി. 2 മിനിറ്റാണ് വണ്ടി നിർത്തിയത്. നഗരഭാഗമൊക്കെ ഇതാ അങ്ങോട്ടാണ്. പിന്നെ ഇവിടെ തന്നെ ട്രെയിനും പ്ലാറ്റ്ഫോമും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഇത്രയുണ്ട്. എട്ട് 30 ട്രെയിൻ ഇപ്പോൾ തനാമേറ എന്നൊരു സ്റ്റേഷനിലെത്തി. ഇതും നല്ലൊരു തിരക്കേറിയ സ്റ്റേഷൻ തന്നെയാണ്. ഒരുപാട് ആൾക്കാരൊക്കെ കയറുന്നൊക്കെ കാണാം. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ ഇപ്പോഴില്ല, കുറച്ച് ഓടാനുണ്ട്. നല്ല വൃത്തിയാണ് സ്റ്റേഷന്റെ എല്ലാ ഭാഗത്തേക്കും. രാത്രിയിൽ നമ്മുടെ കോച്ച് കാണാൻ നല്ല രസമാണ്. നല്ലൊരു കളർ തീം തന്നെയാണല്ലോ. ആൾക്കാരൊക്കെ യാത്രയാക്കുന്ന കാഴ്ചയൊക്കെ കാണാം. ട്രെയിൻ ഇപ്പോൾ കോലാക്രൈ എന്നൊരു സ്റ്റേഷനിലെത്തി. ഇവിടുത്തെ ഓരോ റെയിൽവേ സ്റ്റേഷനും അടിപൊളിയാണ്. നല്ല ലൈറ്റിംഗ് ആണ് എല്ലാ ഭാഗത്തും. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പുള്ളത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഇവിടെ ട്രെയിനും പ്ലാറ്റ്ഫോമും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് കണ്ടോ? ഇതെല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. ഈ ട്രെയിനിന് ഈസ്റ്റ് കോസ്റ്റ് ലൈൻ വഴിയാണ് പോകുന്നത്. അതായത് വലിയൊരു കാട് വഴിയാണ് ഇനിയുള്ള യാത്ര. ഈ ട്രെയിനെ ജംഗിൾ ട്രെയിൻ എന്ന പേരിൽ കൂടെ അറിയപ്പെടുന്നുണ്ട്. മലേഷ്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കായ തമൻ നെഗാര വഴിയാണ് ഇനി നമ്മൾ യാത്ര ചെയ്യുക. ഇനി 11:30 ആവും അടുത്ത സ്റ്റോപ്പ് ആകാൻ. മലേഷ്യയിലെ ഒട്ടുമിക്ക ട്രെയിനുകളുടെ കോച്ചിൻ്റെ അകത്തും പ്രയർ റൂം ഉണ്ട്. അതായത് നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഇത് ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിസ്കരിക്കാം. അതായത് ഈ ഒരു ഡോറിൻ്റെ ഇവിടെ തന്നെ ചെറിയൊരു മുറിയാണിത്. ഞങ്ങൾ വീണ്ടും കഫേയിലേക്ക് വന്നേ. ഇവിടെ വീണ്ടും വലിയ പാക്കറ്റൊക്കെ ആക്കിയിട്ട് ഓരോരോ സാധനമുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ ഇങ്ങനത്തെ ഒരു ബേക്കറി ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് അറിയില്ല. പിന്നെ ഇവിടെ ഉള്ളത് ഫ്രൈഡ് റൈസ് ആണ്. ഫ്രൈഡ് റൈസ് എന്തായാലും വാങ്ങിക്കുന്നില്ല. ഞങ്ങൾ ഈ ഒരു ബേക്കറി വാങ്ങിച്ച് 2 കോൾഡ് കോഫിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കോൾഡ് കോഫിയും ഈ ഒരു ഐറ്റമാണ് ഇതിൻ്റെ അകത്ത് വാങ്ങിച്ചത്. മലേഷ്യയിലെത്തി അങ്ങനെ 2ാമത്തെ ദിവസം ട്രെയിനിൽ ഇരുന്നുറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇതിലേക്ക് ആകെയുള്ളൊരു പ്രശ്നം ഈ ഒരു ലൈറ്റ് ഇല്ലേ. ഒരു കോച്ചിലെത്തി ഈ ലൈറ്റ് ഓഫ് ആവുകയില്ല. അതിനിപ്പോൾ രാവിലെ അത് 24 മണിക്കൂറും ഈ ലൈറ്റ് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്നിനിപ്പോൾ കിടക്കാനുള്ളൊരു സമയമായി. ഇതിലത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ലൈറ്റ് കാണുമ്പം ഉറക്കം വരില്ല. അതാണ് ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ എങ്ങനെയാണ് ഉറങ്ങിയെന്ന് ഞങ്ങൾക്ക് അറിയുള്ളൂ. എന്തായാലും ഉറക്കൊക്കെ കണക്കായിരിക്കും. ഇനിയിപ്പം നാളെ രാവിലെ മുതൽ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. രാവിലെ 5 മണിയായേ. ഒരു പോള പോലും കണ്ണടച്ചില്ല എന്ന് പറയാം. കാരണം ഇതിൻ്റെ അകത്ത് നല്ല ഒച്ചപ്പാടായിരുന്നു. ആൾക്കാർ രാത്രി 12 മണിയാകുന്ന സമയത്താണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. പിന്നെ ഈ ലൈറ്റ് ഓഫ് ആവാത്ത കാര്യം ഇന്നലെ രാത്രിക്ക് തന്നെ പറഞ്ഞില്ലേ. പിന്നെ ഈ സീറ്റിൽ എങ്ങനെ കിടന്നുറക്കും? തവിയൊക്കെ കേട്ടോ ഇവിടെ പുതച്ച് കാലൊക്കെ നീട്ടി ഇക്കരെയാണ് കിടക്കുന്നത്.
ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ അതിലേക്ക് ആ ഒരു സിസ്റ്റം തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം 10 മണി കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് ഓൺ ആക്കാൻ പാടില്ല, പാട്ട് വെക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരുപാട് റൂൾസ് ഉണ്ടല്ലോ. ശരിക്കും ഞങ്ങൾക്ക് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു റെയിൽവേൻ്റെ ആ ഒരു കാര്യത്തിലാണ് ഒരു അഭിമാനമായിട്ട് തോന്നുന്നത്. കാരണം 10 മണി കഴിഞ്ഞാൽ പിന്നെ ഒരു അലമ്പും ഇല്ലല്ലോ അല്ലേ. ഈ അലമ്പ് ഉണ്ടാക്കുന്നവര് സെൻസ് ഇല്ലാത്ത ആൾക്കാരാണ് നമ്മുടെ രാജ്യത്ത്, അവനെല്ലാവർക്കും പറയാം. പക്ഷെ നമ്മൾ ആ ഒരു നിയമത്തിന്റെ രീതിയിൽ തന്നെ പോകുന്നുണ്ടല്ലോ. ഞാൻ കിടന്ന വെച്ചാല് പൊതുപ്പെടുക്കാൻ കാരണം എല്ലാരും പൊതുപ്പ് പോസ്റ്റ് തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഭയങ്കര തണുപ്പാണ്. പിന്നെ ഈ കാലിന്റെ ഇതാന്ന് എന്റെ മനു ഷൂ ഒന്നും അഴിച്ചിട്ടല്ല, പക്ഷെ എനിക്ക് വെച്ചാല് ഷൂ കഴിച്ച് പറ്റൂലല്ലോ. പിന്നെ ഒരു വശത്ത് ഇങ്ങനെ ചെരിഞ്ഞ് കിടന്നാല് നമ്മൾ പെട്ടെന്ന് ഉറങ്ങി പോകുമല്ലോ. പിന്നെ അറിയുന്ന സമയത്ത് കൈ വല്ലാണ്ട് തരിക്കുന്നു, കൈ തരിച്ചൊരവസ്ഥയാണ്. പിന്നെ ഒരു വശത്തേക്ക് ഭയങ്കര വേദന, കിടക്കാൻ അത് ഇങ്ങനെ ഒരു അധികം ഇത് പുഷ് ബാക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അതിന്റെ ഒരു പ്രശ്നമാണത്. അത് ഭയങ്കര പ്രശ്നം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒച്ചപ്പാടും ബഹളം കൊണ്ടാണ് മര്യാദക്ക് ഉറപ്പും കിട്ടാത്തത്. 5:20 ഇപ്പോ മെൻതാകബ് എന്നൊരു സ്റ്റേഷനിൽ വണ്ടി എത്തി. ഇവിടുന്ന് സിഗ്നൽ കിട്ടി. ഇത് ചെറിയൊരു സ്റ്റേഷനായിരുന്നു, കുറച്ച് ആൾക്കാരൊക്കെ കയറാണ്ടായിരുന്നു. ഈ വന്നവരില്ലേ, ഇത് ഈ ട്രെയിനിലേക്ക് ആൾക്കാരെ കയറ്റി വിട്ട് യാത്ര അയക്കാൻ നിൽക്കുന്നവരാണ്. ഈ പോകുന്നവരില്ലേ, ഇവർ തന്നെയാണ് ഇതിലത്തെ ടി.ടിമാര്. അവർ തന്നെയാണ് അവിടെ ഒരു സിഗ്നലും കൊടുക്കുക. 6:17 ട്രെയിൻ ഇപ്പോൾ കെമയാൻ എന്നൊരു സ്റ്റേഷനിൽ നിർത്തി. ഇവിടെ നിന്നൊക്കെ ആൾക്കാരൊക്കെ രാവിലെ കയറാനുണ്ട്. ഞങ്ങൾ യാത്ര ഈ ഒരു കോച്ചിലേക്കല്ല, അതിൻ്റെ തൊട്ട് മുന്നിലത്തെ കോച്ചിൽ. ചെറിയൊരു സ്റ്റേഷനാണിത്. ഇവർ ഈ ട്രെയിനിൽ ഉള്ളവർ തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു സ്റ്റേഷൻ കൂടെ കഴിയാനുണ്ട് ഗമാസിലെത്താൻ. 7:05 ട്രെയിൻ ഇപ്പോൾ ബാഹു എന്നൊരു സ്റ്റേഷനിലെത്തിയേ. ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്. ഇത് ഇവിടുത്തെ ലോക്കൽ ട്രെയിനാണ്. ലോക്കൽ ട്രെയിൻ വരെ ഇവിടെ AC ആണ്. നമ്മുടെ ട്രെയിൻ വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു ട്രാക്കിലേക്ക് കയറിയത്. അപ്പം നമ്മൾ പോയാലേ അതിന് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ 1 മണിക്കൂർ യാത്ര കൂടിയുണ്ട് ഗമാസിലേക്ക്. 8:10 എത്തുമ്പോൾ. അതുപോലെ ഈ ട്രെയിനിൽ വിദേശികളൊന്നും അധികം ഇല്ല. അതായത് ഈ കോലാലംപൂരിലേക്ക് വരുന്ന ആൾക്കാരൊന്നും ഈ ട്രെയിനിൽ, അതായത് ഈ റൂട്ടിലേക്കൊന്നും അധികം വരുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഈ നമ്മുടെ കോച്ചിലായാലും ഈ ട്രെയിനിലായാലും കൂടുതലും ഇവിടുത്തെ ഉള്ള ആൾക്കാർ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. ഈ കോലാലംപൂരിലേക്കൊക്കെ വരുന്ന ആൾക്കാർ കൂടുതലും കോലാലംപൂർ, അതുപോലെ ജോർജ് ടൗണ്, പിന്നെ ഈ ഒരു ലങ്കാവി ഭാഗത്തേക്കാണല്ലോ കൂടുതലായിട്ടും പോകുന്നത്. ഈ ഒരു തുമ്പാറ്റ് ഭാഗത്തേക്കൊന്നും അധികം ആൾക്കാർ വരാറേ ഇല്ല. ഈ ഒരു കളർ തീമില്ലേ, ഇതിനെക്കാട്ടിയും നല്ലൊരു കാണാൻ ഭംഗിയുള്ളത് ഇത് തന്നെയാണ്. പിന്നെ ട്രെയിൻ നിർത്തിയ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെ നിന്ന് നോക്കിയാൽ ഈ ഭാഗത്ത് തന്നെയാണ് റോഡും ഉള്ളത്. ഇവിടെ വണ്ടി നേരത്തെയാണ് എത്തിയത്. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റും കൂടി ഇവിടെ ഉണ്ട് സമയം. ഈ ലോക്കോമോട്ടീവ് കാണാൻ നല്ല രസമല്ലേ. HL 5202. റോഡിനോട് ചേർന്ന് തന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ കാണാം. ഈ റോഡ് ഇങ്ങനെ തന്നെ ഒരുപോലെ പോവുകയാണ്. വളരെ അടുത്താണിത്. പല ഷോപ്പുകളും തുറന്നിട്ടില്ല. രാവിലെ സമയം ഇത്ര ആയതല്ലേ ഉള്ളൂ, അതാണ്. സെപ്പറേറ്റ് വാഷ് ബേസിനൊന്നുമില്ല. ഈ ടോയ്ലറ്റിൽ വന്നിട്ട് വേണം നമുക്ക് പല്ലൊക്കെ തേക്കാൻ. ചെറിയൊരു സ്ഥലമാണ്, മര്യാദക്ക് നിൽക്കാൻ പോലും പറ്റില്ല. വൃത്തി എന്ന് പറഞ്ഞ സംഭവം ഇല്ലാന്ന് തന്നെ പറയാം. കണ്ടോ, ഈ ഒരു ഭാഗത്ത് മൊത്തം ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഒരാൾക്ക് കഷ്ടിച്ച് നിൽക്കേണ്ട സ്ഥലം മാത്രമേ ഇവിടുത്തെ ടോയ്ലറ്റൊക്കെ ഉള്ളൂ.
ഇത് വഴി ഒരു ലൈൻ വരുന്ന കാണുന്നില്ലേ, ഇത് കോലാലംപൂർ ഭാഗത്ത് വരുന്ന ലൈനാണ്. ഇത് ഇലക്ട്രിക് ആണ്. നമ്മളിപ്പോൾ വരുന്നത്, അതായത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡീസലും. അതായത് ETS ഒക്കെ ഇതിലൂടെയാണ് വരുന്നത്. ഗമാസിലേക്ക് എത്താനായി. മലേഷ്യ തായ്ലൻഡ് ബോർഡറായ തുമ്പാറ്റിൽ നിന്നും 528 കിലോമീറ്റർ യാത്രയിൽ ട്രെയിൻ ഇത് ഗമാസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 8 മണിയായി. ഇപ്പോൾ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. അവിടെ മറ്റ് ട്രെയിനുകളെയും കാണാം. ഇവിടെ ഒരു ലോക്കൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മറ്റൊരു ലോക്കോമോട്ടീവ് കിടക്കുക. തെറ്റ് സാധനം. ഗമാസിൽ ട്രെയിൻ എത്തുന്നതിന് മുന്നേ തന്നെ TT നമ്മുടെ അടുത്തേക്ക് വരും. അടുത്ത സ്റ്റേഷനിലാണ് നിങ്ങൾക്ക് ഇറങ്ങേണ്ടതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ. ഒരുപാട് പേര് ഉറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ വിളിച്ചു ഉണർത്തി, അതായത് അടുത്ത സ്റ്റേഷനിൽ നിങ്ങൾ എന്തായാലും ഇറങ്ങണം, അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. ഇവിടെ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് തന്നെ ലോക്കോനൊക്കെ കാണാൻ എന്തെടുപ്പല്ലേ. ശരിക്കും ഇതും ഇമ്പോർട്ട് ചെയ്ത ഒരു ലോക്കോമോട്ടീവ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ, അതായത് ഇന്നലെ ലോക്കോമോട്ടീവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് മോഡലുള്ള മറ്റൊരു ലോക്കോയാണിത്. പിന്നെ ഇത് ലോക്കൽ ട്രെയിൻ. ഇതാണ് നമ്മുടെ ട്രെയിനുണ്ടായ ലോക്കോമോട്ടീവ്. നല്ല ലുക്ക് ലോക്കോമോട്ടീവ് അല്ലേ. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതാണല്ലോ. ഇതിപ്പോൾ ഇവിടുന്ന് പുറപ്പെടാനുള്ള ഒരു സമയമായി. ഇതിൻ്റെ ആ ഒരു നമ്പറൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെ KTM എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. സിംഗപ്പൂർ ബോർഡറായ JBയിലേക്ക് ഇവിടുന്ന് 197 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. രാവിലെ 11:15 തന്നെ ഇത് അവിടെ എത്തും. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് അധികം ആൾക്കാരൊന്നും ഇല്ല. ഈ സ്റ്റേഷനിൽ ഒരുപാട് നേരം വണ്ടി നിർത്തും, കാരണം ഇതൊരു മേജർ സ്റ്റേഷനാണ് ഇവിടുത്തെ. ഗമാസ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു വലിയ ഭാഗം. പ്ലാറ്റ്ഫോമുകളൊക്കെ ഇതാ ഈ ഭാഗത്തേക്കാണ്. പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ള വഴി ഇതിലൂടെയാണ്. ഇവിടെ ചെറിയൊരു പാർക്കിംഗ് ഒക്കെ ഉണ്ട്. സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്തോട് ചേർന്ന് തന്നെ ഒരുപാട് വീടുകളൊക്കെ കാണാം. നമ്മൾ വന്ന ഒരു ട്രെയിൻ ഇതാ ഇവിടുന്ന് JBയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. ഇതൊരു നല്ലൊരു സർവീസ് തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടെ സ്ലീപ്പർ കോച്ചുകൾ ആഡ് ചെയ്യണമായിരുന്നു. ഇതിലിപ്പോൾ ആകെ 2 സ്ലീപ്പർ കോച്ചുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ വന്ന ആ ഒരു കോച്ചാണത്. നടുക്കൊരു വെറൈറ്റി കോച്ച് കാണുന്നില്ലേ. അങ്ങനെ ആ ഒരു വണ്ടി ഇതാ പോയി. ഈ ഗമാസ് എന്നത് 2 സ്റ്റേറ്റുകളുടെ അതിർത്തിയിലുള്ള ഒരു ഭാഗമാണ്. തുമ്പാറ്റിൽ നിന്ന് ട്രെയിൻ കയറുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായി. ആദ്യം അത് പറയണ്ടെന്ന് കരുതിയ സംഭവമാണ്, പറയാതെ വയ്യ. കാരണം വെച്ചാല് ഞങ്ങൾ അവിടെ വീട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ നമ്മളിപ്പോൾ നാട്ടിലെ RPF ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ പോലെ അവിടുത്തെ പോലീസ് കറുത്ത ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായത്. പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് വന്നു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? തുമ്പാറ്റിലേക്ക് വരേണ്ട കാര്യം സാധാരണ ഒരു ആൾക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ, ഉദ്ദേശിച്ച ടൂറിസ്റ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണ്, ഓൾ മലേഷ്യ യാത്രയാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമായി. കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. നല്ല കമ്പനിയാണ്, ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചു. വീഡിയോ എടുക്കേണ്ട കാര്യം ഞങ്ങൾ അങ്ങോട്ട് പോയി ഫോട്ടോ ഒക്കെ എടുക്കുന്ന പുള്ളി കണ്ടു. അങ്ങനെ സംസാരിച്ച് പുള്ളി ലാസ്റ്റ് ഞങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ കാര്യം വേറൊന്നും കൂടിയുണ്ട്. ഞങ്ങൾ ഇതേപോലെ നോർത്ത് ഈസ്റ്റ് യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ത്രിപുരയിലെ അഗർത്തയിലെ ഉജ്ജയന്ത പാലത്തിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരോടും ചോദിച്ചു, നിങ്ങൾ ഹിന്ദു ആണോ? എന്നിട്ട് അത് പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആധാർ കാർഡ് ചോദിക്കട്ടെ. ഞങ്ങൾ ആ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് അന്ന് പറഞ്ഞ കാര്യമാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്, നല്ല ഈ വിഷമം വന്നൊരു കാര്യം കൂടിയാണ്. ഇന്നിവിടെ വന്നിട്ട് ചോദിച്ചത് നിങ്ങൾ മുസ്ലിം ആണോ എന്ന് ചോദിച്ചു. അപ്പം
അല്ലാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. ആ അല്ല എന്ന് പറഞ്ഞ സമയത്തോടുകൂടി അയാളുടെ മട്ടും ഭാവവും മാറി. അത്ര രീതിയിൽ നല്ല രീതിയിൽ ഹാപ്പിയായി സംസാരിച്ച ആള് പെട്ടെന്ന് അല്ല എന്ന് പറഞ്ഞ സമയത്ത് പിന്നെ ഒരു മൂവഞ്ച് വിളിക്ക് ഓക്കെ എന്നാ ബൈ എന്ന രീതിയിൽ പറഞ്ഞു പോയി. അതായത് ഈ മതത്തിന്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് മാത്രമൊന്നല്ല കേട്ടോ, എല്ലാ രാജ്യത്തെ ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ്. അത് കണ്ട സമയത്ത് എനിക്ക് പിന്നെ നല്ല വിഷമം വരും ചെയ്യും. അതുപോലെ തന്നെ ഒരു സങ്കടം. അതാ പറയുന്നത്, എന്തിനാണ് ഇതൊക്കെ മതത്തിന്റെ പേരിൽ ഒരു വേർതിരിവാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഉണ്ടായത് കേട്ടോ. ശരിക്കും അത് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ട്. വീഡിയോ എടുത്താൽ മാത്രമേ നമുക്ക് പ്രൂഫ് ഉള്ളൂ. പിന്നെ അവരെ ആ പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ നിന്ന് എടുക്കുന്ന ഒരിക്കലും നടക്കൂലല്ലോ. പറഞ്ഞ ശേഷമാണ് ഇതൊക്കെ നമുക്ക് ഒരു കൊണ്ടത്. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വന്നത് മലേഷ്യയിൽ 3 ട്രെയിനുകളാണ് ഉള്ളത്. KTM ഇന്റർസിറ്റിയിലാണ് ഇപ്പോൾ യാത്ര ചെയ്തത്. ഇനി അടുത്തത് പോകുന്നത് ETS അതുപോലെ തന്നെ KTM കൊമ്മ്യൂട്ടർ എന്ന് പറഞ്ഞാൽ 2 ട്രെയിനുകൾ ബാക്കിയുണ്ടല്ലോ. അത് കൂടിയിട്ട് ഒരു വീഡിയോ ആയിരുന്നത്. അത് നമ്മൾ പോകുന്നത് പ്ലാറ്റിനത്തിലാണ്. എന്താ പറയുക, കുറച്ച് ഉയർന്ന ക്ലാസ് കൂടിയാണ്. ഇനിയിപ്പോൾ ഇവിടെ തന്നെയാണ് ആ ട്രെയിൻ ഉള്ളത്. 2 മണിക്കൂർ ഇവിടെ വെയിറ്റിംഗ് ഉണ്ട്. ഇപ്പം എന്താ പറയുക, ഈ ഒരു ഇന്റർസിറ്റിന്റെ കാഴ്ചകളെല്ലാവരും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു മെഡിസിൻ ബൈ.